നമസ്കാരം. അപ്പം UAE-ന്ന് മാൾട്ടയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പം പ്രിൻസിപ്പൽ ലെറ്റർ നിങ്ങൾക്ക് അപ്രൂവലായി കിട്ടി. നിങ്ങൾക്ക് VFSൽ കൊണ്ടുവന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോയത്, അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പം പഴയ ഒത്തിരി ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പം ഈ മാൾട്ടയുടെ കേസ് എന്ന് പറയുകയാണെങ്കിൽ ചെക്ക് ലിസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പം റീസെൻ്റ്ലി ഒന്നും മാറുന്നില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പഴയ ചെക്ക് ലിസ്റ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ എല്ലാവരുടെയും കാണുന്നത്. അപ്പോൾ നമ്മൾ ആരോട് ചോദിക്കാതിരിക്കുക, ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. അത് ഐഡൻറ്റിറ്റി മാൾട്ടയുടെ വെബ്സൈറ്റിലുണ്ട്, അല്ലാതെ VFSൻ്റെ വെബ്സൈറ്റിലുണ്ട്. അത് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അപ്പം ഇപ്പോൾ എൻ്റെ കയ്യിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇരുന്ന ഡേറ്റ് നോക്കിക്കണം. ചിലപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ചെക്ക് ലിസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പം ചെക്ക് ലിസ്റ്റ് പ്രകാരം വിസ ആപ്ലിക്കേഷൻ ഫോം, അതായത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിസ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് പേന കൊണ്ട് ഫില്ല് ചെയ്യാം, ഇല്ലെങ്കിൽ VFS സെൻറ്ററിൽ എനിക്ക് തോന്നുന്നു 100 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ ഫോമെല്ലാം ഫില്ല് ചെയ്ത് തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ഫില്ല് ചെയ്യാം, അതായത് അഡോബ് PDF, അഡോബ് അക്രോബേറ്റോ എന്തോ, അല്ലെങ്കിൽ PDF എഡിറ്ററൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാം, പേന കൊണ്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം ഫസ്റ്റ്. സെക്കൻഡ് പറയുകയാണെങ്കിൽ പാസ്പോർട്ട്. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി 8 മാസമെങ്കിലും വേണം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും റിസ്ക് എടുക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 9 മാസം ഉള്ളെങ്കിൽ പോലും നിങ്ങൾ പുതുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ, അതായത് ഈ പ്രിൻസിപ്പൽ ലെറ്റർ അപ്രൂവൽ കിട്ടിയിട്ട് നിങ്ങൾ വിസ പുതുക്കരുത്. വിസയല്ല, പാസ്പോർട്ട് പുതുക്കരുത്. ഈ വിസയുടെ പ്രോസസ്സിങ് തുടങ്ങുമ്പോൾ തന്നെ സിംഗിൾ പെർമിറ്റിന് നമ്മൾ C5 ഒക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എംപ്ലോയർ നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പാസ്പോർട്ട് പുതുക്കുന്ന സാഹചര്യമാണെങ്കിൽ പുതുക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി 8 മാസമെങ്കിലും വേണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് അത് ഷെങ്കൻ ഏരിയയിൽ പോകുമ്പം കൊടുക്കേണ്ട ഫോട്ടോ സൈസ് ഉണ്ട്. അത് കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി നമ്മുടെ സെയിം സൈസ് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് വേണം, അതായിരിക്കും നല്ലത്. പിന്നെ പ്രിൻസിപ്പൽ അപ്രൂവൽ ലെറ്റർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ പ്രിൻസിപ്പൽ അപ്രൂവൽ ലെറ്റർ നമുക്ക് കിട്ടിയത് ശേഷം ഇഷ്യൂ ചെയ്ത ഡേറ്റ് തൊട്ട് 60 ദിവസത്തിനുള്ളിൽ നമ്മൾ VFSൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കാം നമ്മുടെ വിസയ്ക്ക് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നേരത്തെ നിങ്ങൾ എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് അപ്രൂവൽ കിട്ടിയ ശേഷം എത്രയും പെട്ടെന്ന് എംപ്ലോയറുടെ ഭാഗത്തു നിന്നുള്ള ഡോക്യുമെൻറ്റ്സ് മേടിച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ VFSൽ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ. 4 VFS അപ്പോയിൻമെൻറ്റ് ലെറ്റർ. അത് VFS ഡേറ്റ് എടുക്കുമ്പോൾ, അത് VFS ഡേറ്റ് എടുക്കുന്ന എങ്ങനെയാണെന്ന് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. VFS നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കാവുന്ന കാര്യമുള്ളൂ. ഏജൻസിക്കൊന്നും കൊണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ട്രാവൽസൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അപ്രൂവൽ ലെറ്റർ, അത് എടുത്ത VFSൻ്റെ പേപ്പർ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇൻഷുറൻസ്. ഇപ്പം ഈ ഫ്ലൈറ്റ് ടിക്കറ്റും ഇൻഷുറൻസും പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അതിനകത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ. അത് ഒരു വീഡിയോ ചെയ്തേ പറ്റൂ, കാരണം അത് ലെങ്താണ്. അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം, ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസിനകത്ത് ഈ ചെക്ക് ലിസ്റ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, എല്ലാം കവറായിരിക്കണം. നമ്മുടെ സെയിം അതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻഷുറൻസിനകത്തും വേണം. അപ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മുടെ ചെക്ക് ലിസ്റ്റിനകത്ത് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ. ഓക്കെ. പിന്നെ UAE-ന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ ഡൗട്ടുകൾ വരാം. എൻ്റെ എമിറേറ്റ്സ് ഐഡിയുടെ വാലിഡിറ്റി വരാം, NOC വേണോ, PCC വേണോ, അത് നാട്ടിലെ വേണോ, UAE-ലെ വേണോ എന്നൊക്കെ ഡൗട്ട് വരാം. എനിക്ക് വന്ന ഡൗട്ടുകളാണ്. ഞാൻ എങ്ങനെ അത് ക്ലിയർ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ആരോട് ചോദിച്ചു, എങ്ങനെയൊക്കെയാണ് അത് സോൾവ് ചെയ്തതെന്നുള്ള ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. എൻ്റെ എമിറേറ്റ്സ് ഐഡി കൊണ്ട് 25 ദിവസത്തെ വാലിഡിറ്റി ഉള്ളായിരുന്നു വിസയ്ക്ക് കൊടുക്കുന്നതിൻ്റെ ടൈം. അപ്പോൾ ഞാൻ വിസ VFS സെൻറ്ററിലേക്ക് മെയിൽ അയച്ചു. അപ്പോൾ ആ മെയിൽ ID ഞാൻ അത് മെൻഷൻ ചെയ്തേക്കാം. മെയിൽ അയച്ചപ്പം എനിക്ക് അവർ റിപ്ലൈ തന്നു, നിങ്ങളുടെ എമിറേറ്റ്സ് ID 42 ദിവസത്തെ വാലിഡിറ്റി വേണം. അതായത് വിസയ്ക്ക് നമ്മൾ VFSൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തൊട്ട് 42 ദിവസത്തെ വാലിഡിറ്റി വേണം. അപ്പം നിങ്ങൾ നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. നിങ്ങൾക്ക് എമിറേറ്റ്സ് ID പുതുക്കാൻ പറ്റുന്ന സാഹചര്യം നിങ്ങൾ പുതുക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം ഈ ഒരു റീസൺ കൊണ്ട് ചിലപ്പോൾ വിസ രജിസ്ട്രേഷൻ ആയിപ്പോൾ. അപ്പം മിനിമം 42 ദിവസത്തെ വാലിഡിറ്റി വേണം. അപ്പോൾ അതുപോലെ തന്നെ PCCയുടെ കേസ് എന്ന് പറഞ്ഞാൽ, ഞാൻ നാട്ടിലെ PCC വെച്ചില്ല, UAE-ലെ PCC ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം നാട്ടിലെ PCC ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യമാണെങ്കിൽ വെച്ചോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ UAE-ലെ PCC ആണ് വെച്ചത്. പിന്നെ നമ്മുടെ വിസയുടെ കോപ്പി, അതെല്ലാം നമുക്ക് MOA ആപ്ലിക്കേഷൻ വഴിയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ UAE പാസ് വഴി നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ. പിന്നെ കവർ ലെറ്റർ. അപ്പോൾ നല്ലൊരു കവർ ലെറ്റർ തയ്യാറാക്കുക. അപ്പം അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്യുക. പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്യാപ്പിട്ട് ചെയ്യുക. ഡ്രൈവിംഗ് ജോബ് ആണെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് വെക്കുക. അപ്പം ലൈസൻസ് വയ്ക്കുമ്പം നിങ്ങൾക്ക് ഏതൊക്കെ കൺട്രി ലൈസൻസ് ഉണ്ടോ അതെല്ലാം വയ്ക്കുക. അതൊക്കെ സപ്പോർട്ടിംഗ് ആണ് നമ്മുടെ വിസയ്ക്ക്. ഞാൻ
യു എയിൽ വെച്ചിട്ടുണ്ട്, നാട്ടിലേയും വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ NOC. ഇപ്പോൾ NOC വേണമെന്ന് ചോദിക്കുന്നത്, അതായത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കമ്പനിയിൽ നിന്ന് വേണമെന്ന്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വയ്ക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ വയ്ക്കുക. കാരണം എനിക്കറിയാം എല്ലാ കമ്പനിയും NOC തരാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ലെറ്റർ പോലും തരാൻ ചാൻസ് ഇല്ല. തന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഒരു റെഫറൻസ് ലെറ്റർ ഉണ്ടാക്കുക, ഇന്നാൾ എൻ്റെ കമ്പനിയിൽ ഇന്ന പൊസിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം താഴെ തന്നെ നിങ്ങൾക്ക് ഇദ്ദേഹം എബ്രോഡിൽ പോകുന്ന അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് പോകുന്നതിന് ഞങ്ങളുടെ കമ്പനിക്ക് യാതൊരുവിധ എതിർപ്പുമില്ല എന്ന ഒരു സെൻറ്റൻസ് കൂടെ ആഡ് ചെയ്തിട്ട് അതാണ് NOCയും റെഫറൻസ് ലെറ്ററുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാനങ്ങനെ വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു. യുഎന്ന് ചെയ്യുമ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ ഡോക്യുമെൻസും കൊണ്ടുപോവുക. എംബ്രേസ് ഐഡിയുടെ വാലിഡിറ്റി, പിന്നെ PCC, NOC, വിസ കോപ്പി, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പ്രീവിയസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കൊണ്ടുപോകുമ്പോൾ നിങ്ങളെല്ലാം കൊണ്ടുപോകുക. പക്ഷേ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് VFC പോകുമ്പോൾ അറിയാൻ പറ്റും. ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സ് അവർ ഒരു സെഷനിലും സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ളത് വേറെ സെഷനിലേക്ക് മാറ്റി വെച്ചോളും. പിന്നെ പഴയ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. കാരണം അതിനകത്ത് പഴയ വിസയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെങ്കനിലെ വിസയോ എല്ലാം അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് വേണമെങ്കിൽ ഞാനൊരു കോപ്പി എടുത്ത് വേണമെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വയ്ക്കാം. നമ്മുടെ വിസയ്ക്ക് എന്തെല്ലാം സപ്പോർട്ട് ആവുന്നോ, അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുക്കുന്ന പൊസിഷൻ, ഫോർ എക്സാമ്പിൾ ഡ്രൈവർ ജോബ് കൊടുത്തിട്ട് നിങ്ങൾ UAയിൽ ചിലപ്പം എഞ്ചിനീയറോ സിവിൽ എഞ്ചിനീയറോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കുറേ സർട്ടിഫിക്കറ്റും കൊണ്ട് ഡ്രൈവർ ജോബിന് അപ്ലൈ ചെയ്യുമ്പം അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളുടെ പൊസിഷൻ ഏതാ, നിങ്ങൾ വെക്കുന്ന പൊസിഷൻ ഏതാ, അതിന് സപ്പോർട്ടുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രം വെക്കുക. നിങ്ങൾക്ക് കൂടിയ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നും പറഞ്ഞ് അത് സപ്പോർട്ട് ആവുമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് നേരെ നെഗറ്റീവായിട്ട് ബാധിക്കാം. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ കമ്പനിയുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന ഡോക്യുമെൻറ്റ്സ്, അപ്പം ഞാൻ വന്നേക്കുന്നത് മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അപ്പം അവർക്ക് കുറച്ച് മിനിമലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സേ ഉള്ളൂ. അപ്പം ഇത് തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ എനിക്ക് കമ്പനി വന്നേക്കുന്ന എംപ്ലോയറുടെ ID, പിന്നെ കോൺട്രാക്റ്റ് നോട്ടറി കൊണ്ട് സൈൻ ചെയ്തത്, DOP ഫോം അതായത് ഡിക്ലറേഷൻ പ്രൂഫ് അത് അറ്റാച്ച് ചെയ്തത്, പിന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ, ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ കമ്പനി തന്നത്. അത് ഇവിടുത്തെ ഗവൺമെൻറ് കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പ് ഉള്ളതാണ്ട് ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് വേറൊരു എംപ്ലോയർക്ക് ആണെങ്കിൽ ചിലപ്പം നിങ്ങളുടെ ഹൗസിംഗ് അതോറിറ്റിയുടെ അപ്രൂവൽ ലെറ്റർ അല്ലെങ്കിൽ ലീസ് എഗ്രിമെൻറ്റ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പം അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പം എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ കോൺട്രാക്റ്റിനകത്തോ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്ററിനകത്തോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, പാസ്പോർട്ട് നമ്പറിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സർനെയിമിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് കിട്ടുമ്പോഴേ നിങ്ങളെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് അത് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ VFC കൊടുക്കാൻ. അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞിട്ട് അത് മിസ്റ്റേക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ചെറിയൊരു കാരണം മതി ചിലപ്പം റിജക്ഷൻ വരാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ എംബ്രേസ് സൈഡിലെ ഒക്യുപ്പേഷനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബും വേറെ ആണെങ്കിലും സീനൊന്നുമില്ല കേട്ടോ. കാരണം ഞാനിപ്പം ഇവിടെ ബസ് ഡ്രൈവറായിട്ടാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ എൻ്റെ എംബ്രേസ് സൈഡിൽ എൻ്റെ ഒക്യുപ്പേഷൻ വേറെയാണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു, എൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും രജിസ്ട്രേഷൻ ചാൻസ് ഉണ്ടോ എന്ന്. അപ്പം ഇതെല്ലാം ഞാൻ ചോദിച്ചുകൊണ്ട് എപ്പോഴും മെയിൽ അയക്കുന്നുണ്ട് നമ്മുടെ VA സെൻറ്ററിലോട്ട്. അപ്പോൾ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ എൻ്റെ റിപ്ലൈ കിട്ടാറുണ്ട്. അവരതൊന്നും നോക്കുന്നില്ല. അവർ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ളൊരു എംബ്രേസ് ID ആണോ നോക്കും. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്നത് ബസ് ഡ്രൈവർ അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബസ് ഡ്രൈവർ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു എംബ്രേസ് ID വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് VFS ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.